വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രിമൈസ് ഉള്ള ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ് ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബൾട്ടി എന്ന സിനിമയ്ക്കുള്ളത്. കട്ടുകൾ പരമാവധി കുറച്ചുകൊണ്ട് അവരൊരുക്കിയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ തുടക്കം മുതൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കഥ മുന്നോട്ട് പോകുന്തോറും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇക്വേഷനുകൾ ഡ്രമാറ്റിക് ആയിട്ട് മാറുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പിന്നിൽ നിന്നുള്ള കുത്തലുകളും മൈൻഡ് ഗെയിമുകളും ഒക്കെ തുടക്കത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ഫയർ ലേശം കുറയ്ക്കുന്നുണ്ട്. പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് കാണിച്ചു തന്ന പല സാധനങ്ങളെയും വീണ്ടും പല സ്ഥലത്തും പ്ലേസ് ചെയ്തുകൊണ്ട് ഈ രണ്ടാം പകുതിയിലെ ചില ഭാഗങ്ങളെ വലിയ മോശമില്ലാത്ത ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സംവിധായകൻ ഉണ്ണി ശിവലിംഗത്തിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ആകമൊത്തത്തിൽ നോക്കുമ്പോൾ കണ്ടിരിക്കാവുന്ന സാമാന്യം തരക്കേടില്ലാത്ത ക്യാരക്ടർ ബിൽഡിങ്ങും വേൾഡ് ബിൽഡിങ്ങും ഉള്ള ഒരു സിനിമയാണ് ബൾട്ടി. ഉദയൻ, കുമാർ, സുരേഷ്, മണി ഇവരൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാവരും സ്വന്തം ടൗണിൽ ഒരു ടീമിന് വേണ്ടി കബഡി കളിക്കുന്നവരാണ്. കബഡി കളിയിലെ ഈ മികവ് ഒരു ഘട്ടത്തിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട വട്ടിപ്പലിശക്കാരനായ ഭൈരവനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൽ ഈ സുഹൃത്തുക്കളെ സഹായിക്കുന്നു. കബഡിയിൽ തുടങ്ങിയ ബന്ധം വേറെ തലത്തിലേക്ക് മാറുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ മാറ്റങ്ങൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ തരം ഗുണങ്ങളും ദോഷങ്ങളുമാണ് കൊണ്ടുവരുന്നത് എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പടം ഏതാണ്ട് തുടങ്ങുമ്പോൾ തൊട്ട് ബൾട്ടിക്ക് നല്ലൊരു എനർജി ഉണ്ട്. ഒരർത്ഥത്തിൽ ഇതിലെ കഥാപാത്രങ്ങളുടെ മൈൻഡ് ഏത് ലെവലിലാണ് അതേ ലെവലിലാണ് ആ എനർജി എന്ന് പറയാം. നമ്മുടെ നായകന്മാർക്ക് ആരെയും പേടിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിന്തിക്കാൻ ധൈര്യപ്പെടാത്തതൊക്കെ അവർ ചെയ്യും. കബഡി മാച്ചുകളും മാച്ച് കഴിഞ്ഞുള്ള അടികളും കാണിക്കുന്ന ഒന്നാം പകുതി ഒരർത്ഥത്തിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ വളർച്ച കാണിക്കുന്ന ഒരു ഏരിയയാണ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെയും അവരുടെ രീതികളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു നീണ്ട ഫസ്റ്റ് ആക്ട് ആണ് ഫസ്റ്റ് ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ സിനിമകളിൽ ഇന്റർവെൽ ആകുമ്പോൾ കോൺഫ്ലിക്റ്റ് എന്താണ് എന്ന് പ്രേക്ഷകരെ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോകൾ വേറെ ഒരു ലെവലിലേക്ക് എത്തുന്നു എന്ന് കാണിച്ചിട്ടാണ് ഈ പടം ആദ്യ പകുതി അവസാനിപ്പിക്കുന്നത്. അടി പരിപാടിയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നതാണ് രണ്ടാം പകുതിയുടെ തുടക്ക ഭാഗങ്ങൾ. കഥാപാത്രങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളും ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ചില ചരടുവലികളും ഒക്കെ കാണിക്കുന്ന ഭാഗമാണ് രണ്ടാം പകുതിയിൽ കൂടുതലായിട്ടും വരുന്നത്. അവിടെ കഥ സ്വല്പം പ്രഡിക്റ്റബിൾ ആയിട്ടൊക്കെ മാറുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്ന ചില സെറ്റപ്പുകൾക്ക് ഉണ്ണി ശിവലിംഗം പേ ഓഫുകൾ കൊടുക്കുന്നത്. കരിയിൽ മുക്കിയ കൈപ്പത്തിയും പണം തിരിച്ചു നൽകാൻ പറ്റാഞ്ഞവർ നേരിട്ട അപമാനവും ഒക്കെ ആ ഭാഗത്ത് തിരിച്ചു വരുന്നത് കൊണ്ട് ചെറുതായിട്ടൊരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ തിരക്കഥയ്ക്ക് ആ ഭാഗത്ത് സാധിക്കുന്നുണ്ട്. ടെയിൽ എൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള സംഗതി കഥയ്ക്ക് കുറച്ചുകൂടി ഒരു വലിപ്പം കൊടുക്കുന്നുണ്ടെങ്കിലും ക്ലൈമാക്സിലുള്ള ചില പ്രധാന മൊമെന്റുകൾ പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന കഥാപാത്രങ്ങളാണ് ഒരർത്ഥത്തിൽ ഷെയ്ൻ നിഗം നായകനായിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളിലും ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നൊരു ചെറിയ ട്രാൻസിഷൻ സംഭവിക്കുന്നതിന്റെ ഒരു തുടക്കം ബൾട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. തുടക്കത്തിൽ ഉദയൻ എന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രം അങ്ങനെ ഒരു ദേഷ്യക്കാരൻ തന്നെയാണ്. എന്നാൽ കഥ മുന്നോട്ട് പോകുന്തോറും കാര്യങ്ങളെ കുറച്ചുകൂടി ലെവൽ ഹെഡഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന കഥാപാത്രമായിട്ട് അയാൾ മാറുന്നുണ്ട്. അത് ഷെയ്ൻ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശന്തനുവാണ് പടത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. അഭിനയത്തിന്റെ കാര്യത്തിൽ ശന്തനു നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അയാളെ കൊണ്ട് അയാളുടെ ശബ്ദത്തിൽ തന്നെ മലയാളം പറയിപ്പിക്കാനുള്ള തീരുമാനം സിനിമയെ ബാധിക്കുന്നുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിൽ നടക്കുന്ന കഥയിൽ കുമാർ തന്റെ സുഹൃത്തുക്കളോട് തമിഴിൽ സംസാരിക്കുകയും അവർ തമിഴിലും മലയാളത്തിലും മറുപടി കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ കാണിച്ചിരുന്നെങ്കിൽ സ്വാഭാവികത കൂടുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. ശിവ ഹരിഹരനും ജക്സൺ ജോൺസണുമാണ് ഗ്യാങ്ങിലെ മറ്റ് രണ്ട് സുഹൃത്തുക്കളുടെ റോൾ ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അത് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ ഞെട്ടിപ്പിക്കുന്ന പരിപാടികളൊന്നും ചെയ്യുന്നില്ലെങ്കിലും സംസാരത്തിൽ മാന്യനും പ്രവൃത്തിയിൽ ഒരു ക്രൂരനുമായിട്ടുള്ള വില്ലനെ സെൽവരാഘവൻ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അൽഫോൺസ് പുത്രൻ അവതരിപ്പിക്കുന്ന സോഡ ബാബു യാതൊരു കൂസലും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. പണ്ട് സെൻസർ കോപ്പി ലീക്കായപ്പോൾ ഉള്ള ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനും മറുപടി കൊടുത്ത അൽഫോൺസിന്റെ ആ ഒരു എനർജി സോഡ ബാബുവിൽ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രീതി അസ്രാനി അവതരിപ്പിക്കുന്ന കാവേരി എന്ന കഥാപാത്രത്തിന് ഒരുപാട് സ്ക്രീൻ ടൈം ഒന്നുമില്ല. പക്ഷെ കഥയ്ക്ക് യാതൊരു ഗുണവുമില്ലാത്ത പാട്ടിന് വേണ്ടി കയറ്റിയ കഥാപാത്രമല്ല, ഒരു പർപ്പസ് ഉണ്ട്. ശന്തനു നേരിട്ട അതേ മലയാള പ്രശ്നം പ്രീതിക്കും ഉണ്ട്. പൂർണിമ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രവും ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ ആകെ മൊത്തത്തിലുള്ള കഥയുടെ സ്ട്രക്ചറിന് ആ കഥാപാത്രം അത്യാവശ്യമാണ്. ജീമ എന്ന കഥാപാത്രത്തെ വേണ്ട സ്വാഗർ കൊടുത്ത് തന്നെ പൂർണിമ അവതരിപ്പിച്ചിട്ടുണ്ട്. പല ഗ്യാങ്സ്റ്റർ സിനിമകളിലും കണ്ടിട്ടുള്ള സമാനമായ ഇമോഷണൽ ബീറ്റുകളുള്ള ഒരു കമ്മിങ് ഓഫ് ഏജ് ഗ്യാങ്സ്റ്റർ സിനിമ തന്നെയാണ് ബൾട്ടി. അത് അറിയുന്നത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു സംവിധായകനായിട്ടുള്ള ഉണ്ണി ശിവലിംഗം സിനിമ പരമാവധി എനർജറ്റിക് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും നല്ല വഴി ആക്ഷൻ സീക്വൻസുകൾ ഒരുപാട് വെക്കുക എന്നതാണ്. ലെങ്തി ആയിട്ടുള്ള ഷോട്ടുകളും കുറഞ്ഞ കട്ടുകളും വരുന്ന രീതിയിലാണ് ഇതിലെ ആക്ഷൻ സീക്വൻസ് അവർ കൺസീവ് ചെയ്തിട്ടുള്ളത്. രണ്ടാം പകുതിയിൽ ഡ്രാമ കൂടുതലായിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പേസിങ് ചെറുതായിട്ട് താഴേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആക്ഷൻ സീക്വൻസുകളും അതിന്റെ ഒരു മൊത്തത്തിലുള്ള ബ്രൂട്ടാലിറ്റിയുമാണ് നമ്മളെ സിനിമയിൽ പിടിച്ചിരുത്തുന്നത്. വെട്രിമാരൻ സിനിമകളിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു വാം ആയിട്ടുള്ള കളർ ടോണിൽ
അലക്സ് ജെ പുളിക്കൽ വിഷ്വലുകളെ നിലനിർത്തുന്നുണ്ട്. സായ് അഭ്യങ്കറുടെ ജാലക്കാരി ഒഴികെയുള്ള പാട്ടുകളും സ്കോറും സിനിമയുടെ കഥയ്ക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വരുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. പരിചയമുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള പരിപാടികളെ സെറ്റപ്പുകളും പേ ഓഫുകളും സ്പീഡിലുള്ള നരേഷനും ഒക്കെ വെച്ച് കവറപ്പ് ചെയ്യാൻ നോക്കുന്ന സ്വല്പം റിസ്കി ആയിട്ടുള്ള സിനിമയാണ് ബൾട്ടി. നടീനടന്മാരുടെ പ്രകടനങ്ങളും വളരെ റോ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും മൊത്തത്തിൽ കാര്യം എൻഗേജിംഗ് ആക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കഥയുടെ ഇമോഷണൽ ബീറ്റുകൾ എവിടെയൊക്കെയോ കണ്ടുപരിചിതമായതുകൊണ്ട് പൂർണ്ണമായും ഫ്രഷ് എന്ന് പറയാൻ സാധിക്കില്ല. പ്രേക്ഷകന് ഒരു സിനിമാറ്റിക് ഹൈ കൊടുക്കുന്ന മൊമെന്റുകൾ അവിടെയും ഇവിടെയും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ശ്രമമാണ് ആകെ മൊത്തത്തിൽ ബൾട്ടി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്